നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏത് കാശ്? ഹോസ്പിറ്റൽ ബില്ല് ഇപ്പൊ കയ്യിലുണ്ടല്ലോ, അതങ്ങ് കൊടുത്തേക്ക്. ആ കട അങ്ങ് തീർന്നോട്ടെ. അതെ മോനെ, നീ ഉള്ളപ്പോ നമുക്കെന്തിനാ വേറൊരാളുടെ കാശ്? കൊടുത്തേക്ക്. അതിന് പിന്നെ ക്യാഷ് ആയിട്ടില്ലല്ലോ അമ്മേ. എന്തിനാ ഇപ്പൊ ക്യാഷ് ആയിട്ട്? ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടല്ലോ അല്ലേ? ആ അത് ശരിയാ, അത് ഞാൻ ഓർത്തില്ല. ഇപ്പൊ ചെയ്യാം. നമ്പര് അത് പഴയ തന്നെയല്ലേ? എപ്പോഴും നമ്പർ മാറ്റുന്ന ശീലേ നിന്നെ പോലെ എനിക്കില്ല. കറക്റ്റ്. എന്തിനാ മാറുന്നത്? ഇപ്പൊ തന്നേക്കാം, മുഴുവനായിട്ടും തന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തിനാമേ അവന്റെ ഒക്കെ കാശ്? അതെ മോനെ. എന്ത് പറ്റി? അയക്കാൻ പറ്റുന്നില്ലേ? അത് നെറ്റ്വർക്ക് ഇല്ല ചില നേരത്തെ. ഇങ്ങനെ ഓ തരാം കേട്ടോ. നെറ്റ്വർക്ക് വന്ന ഉടനെ അയച്ചുതരാം. നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. ഈ നെറ്റ്വർക്കിന്റെ കൂടെ തണുപ്പ് അങ്ങ് പോയോ? അല്ല, തണുപ്പ് കാലമാണല്ലോ, എന്നിട്ടും വിയർക്കുന്നുണ്ടെങ്കിൽ അതത്ര നല്ല ലക്ഷണമല്ല. എനിക്കൊരു വേർപ്പില്ല. ആ അമ്മേ, ഞാൻ കൊടുത്തോളാം പൈസ. കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലേ ശരത്തെ ഹീറോയിസം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി സത്തു, ചെല്. ഇപ്പൊ പൊളിഞ്ഞതുപോലെ ഇനിയും നീ പൊളിയും പലവട്ടം. നീ ഒരുങ്ങിയിരുന്നു. എന്തായാലും മോശമായിപ്പോയി ശരത്തേട്ടാ. ബില്ല് സിദ്ധുവേട്ടന് അടയ്ക്കേണ്ടി വന്നതേ നമുക്കൊരു നാണക്കേടായിപ്പോയി. പറചന്ദ്രേ, എന്താ വിശേഷം? ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ പുറത്താ. ബാറിലൊന്നും അല്ലല്ലോ അല്ലേ? ഹേയ്, ഒരിക്കലുമില്ല. ഞാൻ കൂടിയൊക്കെ നിർത്തിയല്ലോ. ഇപ്പൊ ഡീസന്റ്. ഡീസന്റ് എന്നോട് തന്നെ ഇത് പറയണം. നീ വഴക്കിടാൻ വേണ്ടിയാണോ വിളിച്ചേ? നീ എപ്പോഴെങ്കിലും എന്നെ വിളിച്ച് നാല് നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ടോ? എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയുമോ ഞാൻ? അതിനുള്ള സാഹചര്യം എനിക്കുണ്ടോ? എനിക്കാണെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നുമില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരുടെയും മനസ്സിലാക്കിയിട്ടുള്ളേ? നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? മതി മതി, മഴക്കിടണമെന്ന് എനിക്കും ഇല്ല. എനിക്കൊരു ഉപകാരം ചെയ്യോ? അതിനെ ഞാൻ വിളിച്ചത്. പറഞ്ഞോ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാവോ? എങ്ങോട്ട്? ഇങ്ങോട്ടെങ്കിലും. ഏത് നരകത്തെ പോയി ഒളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നിനക്കെന്താ പരിപാടി? അതൊക്കെ ഉണ്ട്. എടി, എന്നോട് കൂടെ ഒന്ന് പറ, ഞാൻ കൂടെ അറിയട്ടെ. തൽക്കാലം ഇപ്പൊ അറിയണ്ട. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. എപ്പോഴെപ്പോഴും കരാറ് നീ മറന്നു എന്ന് എന്നെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. ആ കരാറ് നടത്തിയെടുക്കാൻ വേണ്ടി ഞാൻ പെടുന്ന പാടിനെ കുറിച്ച് വല്ലതും അറിയാവോ വിഷ്ണുവിന്? സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞു. തെറ്റിയത് നിനക്ക് തന്നെയല്ലേ? വിചാരണ വേണ്ട. ഞാൻ ആവശ്യപ്പെട്ടതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ വിഷ്ണുവിന്? അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. കുറച്ചു ദിവസം മാറിയിക്കാന്ന് പറഞ്ഞാ അതിനുള്ള ചെലവൊക്കെ നീ വഹിക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. കാശ് തരാമെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ നടക്കില്ല. കാശ് കാശിന് കാശ് തന്നെ വേണ്ടേ?
നീ ഉടനെ ഒരു മറുപടി പറയണമെന്നില്ല, നല്ലോണം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഹലോ. എന്താ സ്വരത്തിനൊരു ഗൗരവം? കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച രീതി നടക്കുന്നില്ല അല്ലേ? ഇല്ല, എവിടെ തൊട്ടാലും പിഴക്കിയാ തങ്കച്ചി. നിനക്ക് കുറച്ച് ആവേശം കൂടുതലാ. ബുദ്ധിയുള്ളവർ പ്രവർത്തിക്കുന്ന പോലെ അല്ല നീ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്തു? നീ എന്തിനാ ആ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? നിന്നെ സഹായിക്കാൻ ഇപ്പൊ റൂബിയൊന്നും ഇല്ലെന്ന് ഓർക്കണം. അകത്ത് പോയാ പോയതാ നീ. ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ തങ്കച്ചി പറയുന്നത്? അതിലെന്നെ കിട്ടില്ല. ശരവണ്ണ മുല്ലകാണ് കിട്ടിയ ഒറ്റ കുത്തിനെ മലത്തിക്കളയും. എടാ മണ്ട, ഇപ്പൊ നീ ചെയ്യേണ്ട എന്താണെന്നറിയോ? ശരവണനെ കൂടെ നിർത്തുക വേണ്ടത്. അവൻ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം നിനക്ക് തന്നെയാണെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. നീ അവനെ തല്ലാനും കൊല്ലാനും നിന്നാ അവന് വാശി കൂടും. നിന്റെ പഴയ പാർട്ട്ണർ അവൻ. നിന്നെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും അവനറിയാം. അതവൻ പുറത്തുവിട്ടാ നിന്റെ കാര്യം പോക്കാം. എങ്കിൽ അവനെ കൊല്ലും. ആ, അതുകൊണ്ട് നിനക്ക് എന്താടാ ഗുണം? ബുദ്ധിപരമായിട്ട് ചിന്തിക്ക്. ശത്രുതയല്ല, സൗഹൃദമാ ഇപ്പൊ നീ പുറത്തെടുക്കേണ്ടത്. അതിന് വേറെയും ഗുണങ്ങളുണ്ട്. മനസ്സിലായില്ല. നീ ശരവണനെ ഇപ്പൊ കയറി എന്തേലും ചെയ്തു എന്ന് വെക്ക്. എന്താ സംഭവിക്കാൻ പോകുന്നത്? പൊന്നുമണിയുടെ കല്യാണം മുടങ്ങും. ആ കല്യാണം നടക്കണോടാ. എങ്കിലേ നിരഞ്ജനും അക്ഷരയും പ്രശ്നത്തിലാവും. അവര് പ്രശ്നത്തിലായ അതിനർത്ഥം സിദ്ധുവും പ്രശ്നത്തിലാണെന്ന. നിന്റെ ശത്രുവല്ലേ സിദ്ധു? ഇനി പറ, ശരവണനെയാണോ സിദ്ധുവിനെയാണോ നമ്മൾ ലക്ഷ്യമിടേണ്ടത്? അത് സിദ്ധുവിനെ തന്നെ. അതാ ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ കരുതിയത് നീ സൗമ്യമായിട്ട് ഇടപെടുമെന്ന. അതല്ലല്ലോ നീ ചെയ്തത്. നീ ശരിക്കൊന്ന് ആലോചിക്കും. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയാന്ന് നിനക്ക് മനസ്സിലാവും. എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ട്. ധൈര്യമായിട്ടിരിക്കും, എല്ലാം ശരിയാവും.